Hey guys, this is Best Carpix. അങ്ങനെ നമ്മുടെ ഫോക്സ് വാഗൻ ടൈറോണിൻ്റെ പുതിയ ടീസർ ഇറക്കിയതിലൂടെ ഈ വണ്ടിയുടെ ലോഞ്ച് ഇന്ത്യയിൽ കൺഫേം ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഈ വണ്ടി 2026 ഓർ ഇന്ത്യയിൽ എന്തായാലും വരും എന്നുള്ളത് അവർ ടിഗ്വാൻ ആർലെയും കൊണ്ടുവന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു. ഇപ്പോൾ ഏതായാലും ടീസർ കൂടെ വന്ന സ്ഥിതിക്ക് നമുക്ക് മൊത്തമായിട്ടും കൺഫേം ചെയ്യാം. ടൈറോൺ എന്ന് പറയുന്നത് നമ്മുടെ ടിഗ്വാൻ്റെ തന്നെ ഒരു 7 സീറ്റർ മോഡലാണ്. കുറച്ചും കൂടെ വലിപ്പമുള്ള അതിനേക്കാൾ സൈസുള്ളൊരു വണ്ടിയാണ്. പക്ഷേ ഇതിൽ ഒരുപാട് പ്ലസ് പോയിന്റ്സ് ഉണ്ട്. ടിഗ്വാൻ എന്ന് പറഞ്ഞാൽ ഓർ ടിഗ്വാൻ ആർലെയിൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലേക്ക് മൊത്തമായിട്ട് ഇമ്പോർട്ട് ചെയ്ത് CBU റൂട്ടിൽ വന്നുകൊണ്ടിരുന്ന വണ്ടിയാണ്. ഈ വണ്ടി പക്ഷേ അങ്ങനെയല്ല. ഇവരോട് CKD ആയിട്ട് അസംബിൾ ചെയ്ത്, അതായത് കംപ്ലീറ്റ്ലി നോക്ക് ഡൗൺ ആയിട്ട് ഔറംഗാബാദ് ഫോക്സ് വാഗൻ്റെ പ്ലാന്റിൽ അസംബിൾ ചെയ്തിട്ടായിരിക്കും വിൽക്കാൻ പോകുന്നതാണ് പറയുന്നത്. അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, പ്രൈസിൽ വരാൻ പോകുന്ന ഡിഫറൻസ് എന്തൊക്കെയാണ്, വണ്ടി എങ്ങനെയാണ്, ഫീച്ചേഴ്സ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഡിസൈൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഏകദേശം ടിഗ്വാൻ പോലൊക്കെ തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ എനിക്ക് ഇവരുടെ സ്ട്രാറ്റജി ഇപ്പോഴും അത്ര ക്ലിയർ ആയിട്ട് മനസ്സിലായില്ല. കാരണം ഓൾറെഡി അവർ ടിഗ്വാൻ ആർലെയിനോട് സ്പോർട്ടി ആയിട്ട് വണ്ടി എടുക്കേണ്ട ആൾക്കാർക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ ഗോൾഫ് GTA ഉണ്ട്. ഞാനിപ്പോൾ ആ പ്രൈസ് പോയിന്റ് എടുക്കാനാണെങ്കിൽ, അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സ്പോർട്ടി വണ്ടി എടുക്കുകയാണെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും ടിഗ്വാൻ ആർലെയിൻ ആയിരിക്കില്ല, അത് ഗോൾഫ് GTA തന്നെയായിരിക്കും. പക്ഷേ ഫോക്സ് വാഗൻ സ്റ്റിൽ ടിഗ്വാൻ ആർലെയിൻ കൊടുക്കുന്നുണ്ട് SUV വേണ്ടവർക്ക്. ഇനി അതിനും മുകളിൽ ടൈറോണിൻ്റെ ആർലെയിൻ മോഡൽ അവർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് എന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇപ്പോൾ കോഡിയാക്കിലൊക്കെ കൊടുക്കുന്ന സ്പോർട്ട് ലൈനും LNK 2 വേരിയൻസ് ആണ് ഓഫർ ചെയ്യുന്നതെങ്കിൽ ഓക്കെയാണ്. കാരണം കോഡിയാക്കിൽ ഇപ്പോൾ കുറച്ച് സ്പോർട്ടി ആയിട്ടുള്ള സീറ്റ്സ് ഉള്ള സാധനങ്ങളൊക്കെ വേണമെങ്കിൽ അവിടെ അവരത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ വണ്ടിയുടെ കാര്യത്തിൽ നമുക്കറിയില്ല എത്ര ട്രിംസ് വരുമെന്ന്. 2 ട്രിംസ് ഉണ്ടെങ്കിൽ അടിപൊളി, ആർലെയിൻ അല്ലാത്ത നോർമൽ ട്രിം ഉണ്ടെങ്കിലും ഗംഭീരം. ഏതായാലും നമുക്ക് ഇപ്പോൾ എക്സ്റ്റീരിയർ ഡിസൈൻ എടുക്കുകയാണെങ്കിൽ ഇത്രയൊക്കെയാണ് ഈ വണ്ടിയിൽ കിട്ടുന്നത്. LED ഹെഡ്ലൈറ്റ്സ്, മെട്രിക്സ് ലൈറ്റ്സ് സാധനങ്ങളൊക്കെ ഉണ്ട്. ഫ്രണ്ടിൽ ഡിസൈനൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടു. ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് 19 ഇഞ്ച് അലോയ് വീൽസ് ആണ് ഈ വണ്ടിയിൽ കിട്ടുന്നത്. ഇതിൻ്റെ സൈസ് വെച്ച് എന്തായാലും അണ്ടർ ടയർഡ് ആയതുപോലും തോന്നുന്നില്ല. പിന്നെ ഇത് ഡയമെൻഷൻസ് വെച്ച് അത്യാവശ്യം നല്ല വലുപ്പമുള്ള വണ്ടിയാണ്. 4792 മില്ലിമീറ്റേഴ്സ് ആണ് അതിൻ്റെ ലെങ്ത്ത് വരുന്നത്. 1850 മില്ലിമീറ്റേഴ്സിന് മുകളിൽ വെട്ടി വരുന്നുണ്ട്. ഹൈറ്റ് അധികം ഇല്ല, 1666 മില്ലിമീറ്റേഴ്സ് ആണ് വരുന്നത്. ഒരു ഡീസൻറ്റ് ഹൈറ്റേ ഉള്ളൂ. വീൽ ബേസ് പക്ഷേ ആവശ്യത്തിനുണ്ട്. 2.8 മീറ്റേഴ്സിന് ജസ്റ്റ് താഴെയായിട്ടാണ് ഇതിൻ്റെ വീൽ ബേസ് വരുന്നത്. സോ ഏകദേശം ഒരു സ്റ്റാൻഡേർഡ് 7 സീറ്റർ വാഹനത്തിന് വേണ്ട നല്ല ഡയമെൻഷൻസ് ഉണ്ട്. ആൻഡ് അത്യാവശ്യം ടിഗ്വാൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല ലെങ്ത്തും ഉണ്ട്. നിങ്ങൾക്ക് ഇനി അങ്ങനത്തെ ഒരു വണ്ടിയാണ് വേണ്ടതെങ്കിൽ ഇതൊക്കെയാണ്. ഫ്രഷ് ഫിറ്റിംഗ് ഡോർ ഹാൻഡിൽസ് ഒന്നുമില്ല, നമ്മുടെ പ്രോപ്പർ നോർമൽ ഡോർ ഹാൻഡിൽസ് ആണ് വരുന്നത്. പേഴ്സണലി എനിക്കതാണ് ഇഷ്ടം. പിന്നെ നമുക്ക് ഷാർക്ക് ഫിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം ടിഗ്വാനിൽ കണ്ടതുപോലത്തെ ടെയിൽ ലൈറ്റ്സ് തന്നെയാണ്. പക്ഷേ എൻ്റെ അകത്ത് ഇൻസേർട്സിൽ കുറച്ച് വ്യത്യാസമുണ്ട്. പക്ഷേ കണക്റ്റഡ് ആണ്. കുറേ ആൾക്കാർ ടിഗ്വാൻ കാണുമ്പോൾ ഗ്രാൻഡ് വിറ്റാര എന്ന് പറയാറുണ്ട്. ടെയിൽ ലാംപ്സിൻ്റെ ഒരു മെയിൻ ഏരിയ. ഇതിൻ്റെ അകത്തും അതുപോലത്തെ ഒരു കണക്റ്റഡ് ടെയിൽ ലാമ്പ് സെറ്റപ്പ് തന്നെയാണ് കൊടുക്കുന്നത്. പക്ഷേ ഗ്രാൻഡ് വിറ്റാര വരുന്നതിന് മുന്നേ അവർ പല വണ്ടികളും ഇറക്കിയിട്ടുണ്ട്. നമുക്കിവിടെ ടിഗ്വാൻ ഓൾറെഡി ഉണ്ട്. അത് ഇതുപോലത്തെ ലൈറ്റ് അല്ല എന്നുള്ളൂ. പക്ഷേ എന്തായാലും കണക്റ്റഡ് ലൈറ്റ് തന്നെയാണല്ലോ. എനിവേ ബാക്കിൽ നമുക്ക് ഇല്യൂമിനേറ്റഡ് നമ്മുടെ ഫോക്സ് വാഗൻ്റെ ലോഗോ ഒക്കെയാണ് കിട്ടുന്നത്. ടൈറോണിൻ്റെ ബാറ്റിംഗ് വരുന്നുണ്ട്. അതിൻ്റെ താഴത്തെ റിഫ്ലക്റ്റേഴ്സ്, ബമ്പറിൻ്റെ എലമെൻറ്റ്സ് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതിൻ്റെ നോർമൽ ടോപ്പ് ആൻഡ് വേരിയൻ്റെ ഇൻറ്റീരിയർ ആണ്. ആർലെയിനിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് മൊത്തം ബ്ലാക്ക് ഇൻറ്റീരിയേഴ്സ് ആവും. പിന്നെ കുറച്ച് സ്പോർട്ടി ആയിട്ടുള്ള സീറ്റ്സ് ആവും. കുറച്ച് ഫീച്ചേഴ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരും. അതൊക്കെയാണ് വരുന്നത്. പക്ഷേ ഈ വണ്ടിയുടെ കേസെടുക്കുകയാണെങ്കിൽ എല്ലാ സാധനങ്ങളും ഉണ്ട്. ടിഗ്വാൻ്റെ അകത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ ഫീച്ചേഴ്സ് ഒരുപാട് കോംപ്രമൈസ് ചെയ്തു. ഈ വണ്ടിയിലാവുന്നില്ല. ഇൻഫോടൈം സിസ്റ്റം ഒക്കെ രണ്ടിലും സെയിം ആണ്. 15 ഇഞ്ചസിൻ്റെ ഫോക്സ് വാഗൻ കൊടുക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഇൻഫോടൈം സിസ്റ്റം തന്നെ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. പിന്നെ 10.3 ഇഞ്ചസിൻ്റെ ഇൻസ്റ്റന്റ് ക്ലസ്റ്റർ വരുന്നുണ്ട്. നമുക്ക് ടിഗ്വാനിൽ ഇല്ലാതിരുന്നത് ഫ്രണ്ട് സീറ്റ്സിലുള്ള മസാജ് ഫംഗ്ഷൻ, അതുപോലെ വെന്റിലേറ്റഡ് സീറ്റ്സ്, ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻറ്റ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരുന്നു. ഈ സംഭവങ്ങളെല്ലാം ഈ വണ്ടിയിൽ വരും എന്നാണ് എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത്. കാരണം കോഡിയാക്കിൽ ഇതിൽ മിക്ക ഫീച്ചേഴ്സും ഉണ്ട്. മസാജിങ് സീറ്റ്സ്, ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻറ്റ് സാധനങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഡയറക്റ്റായിട്ട് ഏകദേശം ഒരു കോഡിയാക്കിൻ്റെ റൈവൽ അല്ലെങ്കിൽ കോഡിയാക്കിൻ്റെ സെയിം സെഗ്മെൻറ്റിൽ വരുന്ന വണ്ടി തന്നെയായിരിക്കും. അതുകൊണ്ട് അതിൻ്റെ അകത്തുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഉറപ്പായിട്ടും ഫോക്സ് വാഗൻ കൊടുക്കും നമുക്ക് വിചാരിക്കാം. കോഡിയാക്ക് എന്തെങ്കിലും CKD ആയിട്ട് അവർ അസംബിളാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിന് നമുക്ക് ഈ ഒരു റേറ്റിൽ തന്നെ വണ്ടി വാങ്ങാൻ പറ്റുന്നത്. ഇനി സ്റ്റിയറിംഗ് വീലും സാധനങ്ങളൊക്കെ സെയിം നമ്മുടെ ടിഗ്വാൻ ആർലെയിൻ തന്നെയാണ്. ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ ഇൻറ്റീരിയർ കളർ കോമ്പിനേഷൻ നിങ്ങൾക്ക് നോക്കാം. നമുക്കൊരു വൈറ്റ്, ബ്ലാക്ക് ആൻഡ് കൈൻഡ് ഓഫ് ഒരു ബ്രോൺസ് അല്ലെങ്കിൽ ഒരു വുഡൻ പോലത്തെ ട്രിമ്മിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. ഒറിജിനൽ അല്ല, സ്റ്റിൽ ഒരു കളർ കോമ്പിനേഷനാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇനി നിങ്ങൾ സ്പോർട്ട് ലൈൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം സ്പോർട്ട് ലൈൻ അല്ല, ആർലെയിൻ എടുക്കുകയാണെങ്കിൽ ഈ ടൈപ്പിലുള്ള സീറ്റ്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ അകത്ത് മാനുവൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് എല്ലാത്തിലും വരുന്നത്. മറ്റതിനകത്തുള്ള ടോപ്പ് എൻഡ് എടുക്കുകയാണെങ്കിലാണ് നമുക്ക് ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻറ്റ്, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ്സ്, അതായത് ഇത്തരം സ്പോർട്ടി അല്ലാത്ത നോർമൽ സീറ്റ്സ് ഒക്കെ കിട്ടുന്നത്. ഇതിപ്പോൾ ബക്കറ്റ് സീറ്റ്സ് ആണ്, അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകളും കാര്യങ്ങളൊന്നുമില്ല. റൂഫ് ലൈനറിൻ്റെ സാധനങ്ങളെല്ലാം ബ്ലാക്ക് ആയിട്ട് തന്നെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് വരുമ്പോഴേക്കും നിങ്ങൾക്ക് കറക്റ്റ് ക്യാബിൻ്റെ ഒരു ഫീൽ മനസ്സിലാക്കാൻ പറ്റും. ഇത്രയും കുറച്ചും കൂടെ ഏറിയ ആയിട്ടുണ്ട്. പിന്നെ പാനോറാമിക് സൺറൂഫ് നമുക്ക് അവൈലബിൾ ആണ്. 2 വയർലെസ് ചാർജേഴ്സ് ഇതിൻ്റെ അകത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഫാസ്റ്റ് ചാർജിങ് ടൈപ്പ് USB പോർട്ട്, അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഡെഫിനറ്റ്ലി ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഓട്ടോ ഡിമിങ് IRVMസും കാര്യങ്ങളും ഉണ്ട്. 360° പാർക്കിംഗ് ക്യാമറ, അത് മറ്റേതിനകത്ത് ഇല്ലാത്തൊരു സംഭവമാണ്. ടിഗ്വാനിൽ അവർ ഒരുപാട് ഫീച്ചേഴ്സ് കോസ്റ്റ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. UK എന്നുള്ള ഡയറക്റ്റ് ഇമ്പോർട്ട് ആയതുകൊണ്ട് കുറേ ഫീച്ചേഴ്സ് അവിടെയും അവർ കോസ്റ്റ് കട്ട് ചെയ്തിട്ടുള്ളൊരു കുറഞ്ഞ ട്രിം ലെവലാണ് നമുക്ക് ഇവിടെ തന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ അകത്ത് കുറേ സംഭവങ്ങൾ മിസ്സിങ് ആയിരുന്നത്. അത് പക്ഷേ എന്തായാലും ഇതിനകത്ത് കുറേയൊക്കെ സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട് ഓർ ചെയ്യും എന്ന് നമുക്ക് വിചാരിക്കാം.
ഇനി റിയർ സീറ്റ് എക്സ്പീരിയൻസിലേക്ക് വരികയാണെങ്കിൽ സ്പേസിൻ്റെ കാര്യത്തിൽ സെക്കൻഡ് റോയിൽ ഒരു കുഴപ്പം ഉണ്ടാവില്ല. കാരണം വണ്ടിക്ക് നല്ല ലെങ്ത് ഉണ്ട്, വീൽ ബേസ് ഉണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് സെക്കൻഡ് റോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിടുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേസ് തന്നെയാണ് കിട്ടുന്നത്. മൂന്ന് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകൾ, നടുവിൽ ആംറസ്റ്റ്, അതുപോലെ 3-point സീറ്റ് ബെൽറ്റ്സ്, എല്ലാ സാധനങ്ങളും ഉണ്ട്. സൺറൂഫ് ബാക്ക് വരെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു എയറി ഫീലിംഗ് കിട്ടുന്നുണ്ട്. പിന്നെ റിയർ സൺഷെയ്ഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതിൻ്റെ അകത്ത്. പക്ഷേ തേർഡ് റോയിലേക്ക് വരുമ്പോഴേക്കും കാര്യങ്ങളെല്ലാം കുറച്ചും കൂടെ പിന്നെയും കോംപ്ലിക്കേറ്റഡ് ആവും. ടിപ്പിക്കൽ ഫോക്സ് വാഗൻ്റെ തേർഡ് റോ പോലൊക്കെ തന്നെയാണ്. അത്ര യൂസബിൾ അല്ല, ഒരുപാട് സ്പേസ് ഇല്ല. നിങ്ങൾക്ക് ഓൾറെഡി അറിയാലോ, നമ്മൾ ടിഗ്വാൻ ഓൾ സ്പേസിൽ ഇതിന് മുന്നേ കണ്ടിട്ടുള്ളതാണ്. ഓൾ സ്പേസ് മോഡൽ 2021 നിർത്തിയത്. അതിനുള്ള റീപ്ലേസ്മെൻ്റ് ആയിട്ടാണ് സത്യത്തിൽ ഈ വണ്ടി വരുന്നത്. ഓൾ സ്പേസ് ഇപ്പോൾ ഗ്ലോബലിയും ഇല്ല, അതിന് പകരം ടൈറോൺ വന്നങ്ങോട്ട് ക്യാപ്ചർ ചെയ്യുമായിരുന്നു. രണ്ടും രണ്ട് മോഡൽസ് ആയിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നിർത്താനായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. ടിഗ്വാൻ എന്ന് പറഞ്ഞ പേരിൽ തന്നെ 7 സീറ്റർ കൊടുക്കണ്ട എന്ന് വെച്ചുകൊണ്ട്. പക്ഷേ ഏതായാലും തേർഡ് റോ ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. നമുക്കങ്ങനെ ഭയങ്കര സ്പേസ് ഉള്ള ഇപ്പോൾ ഫോർച്യൂണർ അല്ലെങ്കിൽ ഇന്നോവ വെച്ചൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. പിന്നെ MPV ആണ്, ഇത് SUV ആണ്. ബട്ട് എനിവേ നമുക്കിപ്പോൾ ഒരു എൻഡവർ അല്ലെങ്കിൽ ഫോർച്യൂണറിലൊക്കെ കിട്ടുന്നതിലും കുറച്ചും കൂടെ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ഒരു തേർഡ് റോ സീറ്റിംഗ് തന്നെയാണ് ഇതിൻ്റെ അകത്തും കിട്ടുന്നത്. ബൂട്ട് സ്പേസ് ഏതായാലും വലിയ കുഴപ്പമില്ല. നമ്മൾ 3 റോസും മടക്കി വയ്ക്കുകയാണെങ്കിൽ, ബാക്കിലത്തെ സീറ്റ് മടക്കി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു ഫ്ലാറ്റ് ആയിട്ടുള്ള ലഗേജ് ഏരിയ തന്നെയാണ് ഇതിൻ്റെ അകത്ത് കിട്ടുന്നത്. എഞ്ചിൻ ഓപ്ഷൻസിലേക്ക് വരുമ്പം സെയിം നമ്മുടെ E888 Gen 4 ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അതായത് 204 PS പവർ, 320 Nm ടോർക്ക് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. 7 സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് വരുന്നത്. DQ381 ആണ്, വെറ്റ് ക്ലച്ച് ആണ്. അതുകൊണ്ട് തന്നെ DSC ഫെയിലിയേഴ്സിൻ്റെ പ്രശ്നങ്ങളൊന്നും അങ്ങനെ വരില്ല. ആൻഡ് ഇതിപ്പോൾ എല്ലാ വണ്ടികളും ഉപയോഗിക്കുന്ന എഞ്ചിനാണ്. നമ്മൾ ഗ്ലോബലി നോക്കുകയാണെങ്കിലും Audi ആയിക്കോട്ടെ, Volkswagen ആയിക്കോട്ടെ, സ്കോഡ ആയിക്കോട്ടെ, ഒരുപാട് കമ്പനികൾ ആക്ച്വലി ഉപയോഗിക്കുന്നുണ്ട്. ഈവൻ പോർഷ മക്കാൻ്റെയൊക്കെ ബേസ് വേരിയൻറ്റിലൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ്. അങ്ങനെ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു എഞ്ചിനാണ്. ആൻഡ് പവർ ഫിഗേഴ്സും സെയിം നമ്മുടെ കോഡിയാക്കിൽ തന്നെയാണ് വരുന്നത്. പിന്നെ പഴയ ഒക്ടാവിയ മാർക്ക് 4 ഇവിടെ ഇറക്കിയ സമയത്ത് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന ആ സെയിം പവർ തന്നെയായിരുന്നു. VRSലേക്ക് വരുമ്പോഴേക്കും ട്യൂണിങ് വ്യത്യാസമുണ്ട്. ഗോൾഫ് GTയിലും ട്യൂണിങ് വ്യത്യാസമുണ്ട്. അത് 265 bhp ആണ്, ഇത് 204 ആണ്. പക്ഷേ വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പം ടിഗ്വാൻ R-Lineൽ നമുക്ക് സെയിം 204 PS തന്നെ കിട്ടുന്നുള്ളൂ. ഗോൾഫിലാണ് കുറച്ചും കൂടെ റീട്യൂൺഡ് ആയിട്ടുള്ള പവർ കൂടിയിട്ടുള്ള ഒരു മോഡൽ വരുന്നത്. എന്തായാലും പവർ ഫിഗേഴ്സിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ട്, 4 സിലിണ്ടർ ആയതുകൊണ്ട് നമുക്കങ്ങനെ പ്രത്യേകിച്ച് ഇവരുടെ TSI എഞ്ചിനാണല്ലോ, അതുകൊണ്ടൊന്നും പറയാനില്ല. മൈലേജിൻ്റെ കാര്യം പിന്നെ നിങ്ങൾ അതൊക്കെ നോക്കുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുമായിരിക്കും. പക്ഷേ ഈ വണ്ടി എടുക്കുന്ന ആൾ മൈലേജ് നോക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോൾ ഡീസൽ എടുക്കണമെന്ന് തന്നെ നിർബന്ധമാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് അവിടെ ഫോർച്യൂണർ ഉണ്ട്. ഇനി അതും പോരായെങ്കിൽ ലോസ്ട്രം ഡീസൽ അവൈലബിൾ ആണ്. അതിൻ്റെ തന്നെ മെജസ്റ്റർ ഇനിയിപ്പോൾ വരുമായിരിക്കും. ഏതായാലും പ്രൈസിന് ഡിഫറൻസിനെ പറ്റി പറയാം. ഈ വണ്ടി CKD ആയിട്ട് അസംബിൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ടിഗ്വാൻ R-Lineൻ്റെ 50 lakhs എന്ന് പറയുന്ന ഒരു എക്സ്ഷോറൂം പ്രൈസിന് താഴത്തേക്ക് വരും. അതായത് ഒരു 45 to 50 lakhsൻ്റെ അടുത്ത് ആയിരിക്കും ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. സോ അതിനേക്കാൾ വലിയ വണ്ടിയാണ്, അതിനേക്കാൾ ഫീച്ചേഴ്സ് ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. പക്ഷേ കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടെ കുറഞ്ഞ വിലയിൽ നമുക്കിത് കിട്ടുകയും ചെയ്യും. പിന്നെ ആരെങ്കിലും ടിഗ്വാൻ വാങ്ങുമെന്ന് എനിക്ക് സംശയമുണ്ട്. ഏതായാലും അത് ഈ വണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല കാര്യം തന്നെയാണ്. ഇനി കുറയ്ക്കാന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഭയങ്കരമായിട്ടുള്ള കുറയ്ക്കലൊന്നും പ്രതീക്ഷിക്കരുത്. 45 to 50 lakhsന് അടുത്താണ് ഇപ്പോൾ ഫോക്സ്വാഗൻ്റെ മിക്ക ഈ സെഗ്മെൻറ്റിലുള്ള വണ്ടികളിലും എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. അതുകൊണ്ട് അതിൽ നിന്ന് അവർ ഒരുപാട് താഴത്തോട്ട് കയറ്റി പിടിക്കുകയൊന്നുമില്ല. എന്തായാലും എന്താണ് നിങ്ങൾക്ക് ഈ വണ്ടിയെ പറ്റി പറയണമെന്ന് താഴെ കമൻസിൽ പറയാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീനിങ് പ്രോഡക്ട്സോ ആണെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ പ്രൊഡക്ട്സായി ചെക്കൗട്ട് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.